ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാവർക്കും ഗോൾഡൻ പാരറ്റിൻ്റെ കൊട്ടിയൂർ യാത്രയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊട്ടിയൂർ യാത്ര പോവുകയാണ്. അങ്ങനെ കുറച്ച് കലാപരിപാടിയൊക്കെ നടത്തിയായിരുന്നു വണ്ടിയിൽ. എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കൊട്ടിയൂർ പോണ വഴി നമ്മൾ പ്രശസ്തമായ മറ്റ് ക്ഷേത്രങ്ങളിലും കയറുന്നുണ്ട്. അതിലൊന്നാണ് പെർളശ്ശേരി. അവിടുത്തെ കുളമാണിത്. അട്രാക്റ്റിംഗ് സ്പോട്ടാണ് കുളം. അവിടുത്തെ കുറേ സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും തൊഴുതുകൊണ്ടിരിക്കുവാണ്. നല്ലൊരു പോസിറ്റീവ് വൈബുള്ള അമ്പലമാണ് പെർളശ്ശേരി. കാം ആൻഡ് ക്വയറ്റാണ്. രാവിലെ ആയതുകൊണ്ട് ഒരുപാട് തിരക്കും ഉണ്ടായിരുന്നില്ല. നല്ലോണം തൊഴാൻ പറ്റി. ഇപ്പോഴത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആലിൻ്റെ അവിടെ ആലിന് വീണ ഇലയും ആലയും അവിടെ കിടക്കുന്ന ഒരു കുഞ്ഞി കല്ലോടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹം സാഫല്യമാവുമെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഞാനും വെച്ച് ആലിലെയും കല്ലും. പിന്നെ ഞാൻ കുളത്തിൽ പോയിട്ട് കുറച്ച് നേരം കുളത്തിൽ കാലൊക്കെ ഇട്ട് നിന്ന്. കുറേ മീനുകളുണ്ടായിരുന്നു. കുറേ കളർ മീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി നിന്ന് വെച്ച് കുറച്ച് നേരം. പിന്നെ പറശ്ശിനിക്കടവാണ് പോയത്. പറശ്ശിനിക്കടവ് പിന്നെ നമുക്കറിയാമല്ലോ, മുത്തപ്പൻ്റെ നാടല്ലേ. പറശ്ശിനിക്കടവ് പോയി. അവിടെയും തൊഴുതിറങ്ങി. തിരക്കായിരുന്നു. ഇങ്ങനെ നോക്കി നിൽക്കുക പുറത്തോട്ട്. പിന്നെ കുറച്ച് നേരം തലട്ട് കളിച്ചു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്നു. പറശ്ശിനിക്കടവ് എത്ര വന്നാലും മടുക്കും കേട്ടോ. എല്ലാവർക്കും പറശ്ശിനിക്കടവ് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കണ്ടോ. പിന്നെ അവിടെ നിന്ന് പ്രസാദം കഴിച്ചു. കണ്ണിനഴകുള്ളോളെ കണ്ണൊന്നടച്ചാലോ കാണും കണ്ണിനഴകുള്ളോളെ പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ ചെമ്പകപ്പൂമലരേ എൻ്റെ ചെമ്പകപ്പൂമലരേ. അങ്ങനെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മൃദംഗശൈലേശ്വരം. ഇതൊരു കണ്ണൂരിലെ ഫേമസ് ടെമ്പിളാണ്. തിരക്കുണ്ടായിരുന്നില്ല അധികം. തൊഴുതു. അങ്ങനെ നമ്മൾ കൊട്ടിയൂരെത്തി ഗായ്സ്. വൈകുന്നേരം ആയതുകൊണ്ട് ഒരുപാട് തിരക്കില്ല, എന്നാലും തിരക്കുണ്ട്. നമ്മൊരു പാലമൊക്കെ കടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം അല്ലേ? നല്ല തണുപ്പുണ്ട്, മഴയും കൂടി ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ നടക്കുവാണ്. വേറെ പാലം കയറാൻ പോവാം. എന്തൊരു നല്ല കാഴ്ചയാണല്ലോ ഇത്. നടന്ന് കയറുക. തിരക്കുണ്ട്. അങ്ങനെ മണിത്തറയുടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാണ്. എന്ത് തിരക്കാണെന്നറിയോ. ഞാൻ മാറി നിന്ന് കുറച്ച് വീഡിയോസ് പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മാറിക്കുക. തീർത്ഥം കുടിക്കുക ആൾക്കാർ. നല്ല തിരക്കാ. ഞായറാഴ്ചയും കൂടി നമ്മൾ തിരിച്ചു പോകണം. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി വെള്ളത്തിൽ നടക്കുന്നു. അവൻ എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും. പിന്നെ എല്ലാവരും വീടൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെ ഒരു വാലിൻ്റെ അവിടെ ഇങ്ങനെ കല്ലിങ്ങനെ തട്ടായിട്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അപ്പുറത്തെ ഇക്കരക്കുട്ടിയോട് പോയി തൊഴുതു. ഇവിടെ വലിയ തിരക്കില്ല. ഇവിടെ അടച്ചിട്ടിരിക്കും, പുറത്തുനിന്ന് തൊഴാം.
നട അടച്ചായിരിക്കും ഇട്ടായിരിക്കണേ. റോഡിൻ്റെ അപ്പുറത്തൊക്കെ ഓടപ്പൂവിൻ്റെ കടകളും മറ്റു കടകളുമാണ്. ഞാനും വാങ്ങിയായിരുന്നു 2 ഓടപ്പൂ.